നിങ്ങൾക്ക് അലർജി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ഒരു ഉറക്കം തൂങ്ങൽ നിങ്ങൾക്ക് തോന്നാം. എപ്പോഴും ഒരു വയ്യ, എപ്പോഴും ഒരു ക്ഷീണം, ഒന്നിനും വയ്യ, ഇരിക്കാൻ തോന്നുകയാണ്. ഒരു ബ്രെയിൻ ഫോഗ് നിങ്ങൾക്ക് തോന്നണം, ആകെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രൊഡക്ടിവിറ്റി തന്നെ വളരെ മോശമാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഇതൊക്കെ വന്നിട്ട് നിങ്ങൾ അലർജിയുടെ മരുന്ന് എടുക്കും. ഈ മരുന്ന് നിങ്ങളെ കൂടുതൽ ക്ഷീണത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. പോരാത്തതിന് കൂട്ടത്തിൽ നമ്മളെ മടിയൻ എന്നുള്ള ഒരു പേര് കൂടെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ഈ ഒരു ക്ഷീണം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിനെ, നിങ്ങളുടെ ഒരു ദിവസത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ അലർജി കാരണമുള്ള ക്ഷീണം എന്തുകൊണ്ടെന്നാണെന്നും അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഈ അലർജിയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കാര്യം മാത്രമല്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ഇമ്മ്യൂൺ റിയാക്ഷനോട് കൂടിയിട്ട് നമ്മുടെ ശരീരം കൂടുതൽ നമ്മളിൽ നിന്ന് എനർജി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പലപ്പോഴും ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ക്ഷീണത്തിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ്. രാത്രി മര്യാദയ്ക്ക് പേഷ്യൻറ്റിന് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം മൂക്കടപ്പ് കൊണ്ടും നമ്മുടെ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് കൊണ്ടും പലപ്പോഴും കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ടയർഡായിരിക്കും. ബാക്കിയുള്ള ആൾക്കാർ നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഉറങ്ങുന്നത് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇവൻ്റെ സ്ലീപ്പ് ഒരു ഡീപ്പ് സ്ലീപ്പ് ആവില്ല. ഈ ഇങ്ങനെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നതുകൊണ്ട് ഒരിക്കലും രോഗിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് അല്ല രാത്രി കിട്ടുന്നത്. ഇത് കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ടയർഡായിരിക്കും, ഫോക്കസ് ഉണ്ടാവില്ല, ആകെ ഒരു ബ്രെയിൻ ഫോഗ് ആയിരിക്കും, ഒന്നും ചെയ്യാൻ തോന്നാത്ത പോലെ തോന്നും. ശരീരത്തിൽ ഇമ്മ്യൂൺ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് അലർജി ഉള്ള സമയത്ത് ഹിസ്റ്റമിൻ റിലീസ് ഭയങ്കരമായിട്ട് കൂടും. ഇത് കൂടുന്ന സമയത്ത് ശരീരത്തിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലോ അലേർട്ട്നെസ് ആയിരിക്കും, ഒന്നും ചെയ്യാൻ തോന്നാത്ത ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കറക്റ്റ് ആവുന്നില്ല, ഫോക്കസ് കൃത്യമായിട്ടുണ്ടാവില്ല, ബ്രെയിൻ ഫോഗ് ആയിരിക്കും, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നാൽ മതി എന്ന് നമുക്ക് തോന്നും. പിന്നത്തെ വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മെഡിസിൻസ്. ചില ആൻറ്റി ഹിസ്റ്റമിൻസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം ഉണ്ടാകുന്ന ഒരു ഡ്രൗസി ഫീലിംഗ് ഉണ്ട്. ഈ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എവിടെയെങ്കിലും പോയി കിടന്നാൽ മതി, എനിക്കിതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് നോക്കാം. ഉറക്കക്കുറവ് കാരണം നിങ്ങൾക്ക് ക്ഷീണം വരുന്നു, ക്ഷീണം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് കാരണം നിങ്ങൾക്ക് സ്ട്രെസ്സ് വരുന്നു, സ്ട്രെസ്സ് കൂടി എന്ത് പറ്റും, അലർജി കൂടും, ഈ അലർജി കൂടിയാൽ വീണ്ടും ക്ഷീണത്തിലെത്തും. അങ്ങനെ ഇതൊരു മൈൻഡ് ബോഡി ലൂപ്പായിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അലർജി ഇല്ലാത്ത ഒരാൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവില്ല. ഇവർ നമ്മളെ കാണുമ്പോൾ ഇന്ന് എന്താ നീ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്, നീ എന്താ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താ നിനക്ക് ഇതിന് മാത്രം ക്ഷീണം, ഇങ്ങനെ മടിച്ചിക്കോതയായിട്ട് നീ ഇരിക്കല്ലേ, ഈ പറയുന്ന കമൻസ് വരുന്നതോടുകൂടി നമ്മൾ സ്ട്രെസ്ഡ് ആവുകയും നമ്മൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യും. ആക്ച്വലി നമ്മുടെ ബോഡി ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ അലർജിനോട്. ഇതുവഴിയാണ് നമ്മുടെ ബോഡി ടയർഡായി ആവുന്നത്. അപ്പോൾ ഈ അലർജി കാരണമുള്ള ക്ഷീണം, ഉറക്കം തൂങ്ങൽ, മടി എന്നുള്ള മുദ്രകുത്തൽ, ഇതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അവിടെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.